വളരെ സീരിയസ് ആയി ചില കാര്യങ്ങളിൽ ഹൈക്കമാൻഡ് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഈ വിവാദത്തിൽ. അത് പ്രധാനമായിട്ടും രണ്ട് പേർക്കെതിരെ നടക്കുന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ സംബന്ധിച്ചാണ്. ഒന്ന്, വടക്ക് ഷാഫി പറമ്പലിനെതിരെ നടക്കുന്ന സോഷ്യൽ മീഡിയ ആക്രമണം. രണ്ട്, തെക്ക് എം ലുജീനെതിരെ നടക്കുന്ന സോഷ്യൽ മീഡിയ ആക്രമണം. ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നു, അവർ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ ഇതും കടന്നു വന്നിരുന്നു ഒരു ഘട്ടത്തിൽ ഉച്ചയോടടുപ്പിച്ച്. അപ്പോൾ ഈ താങ്കൾ പറഞ്ഞ ചോദ്യവും ഉന്നയിക്കപ്പെട്ടിരുന്നു. കെ സി വേണുഗോപാൽ CM ആയി കഴിഞ്ഞാൽ 2 ഇലക്ഷൻ ഉണ്ടാവില്ലേ, ആലപ്പുഴയിലും പിന്നെ ഏതെങ്കിലും ഒരു MLA രാജിവെച്ച് അവിടെ മത്സരിക്കുന്ന ആ ഒഴിവിൽ അവിടെയും രണ്ടിടത്തും വേണ്ടി വരില്ലേ? അത് നോക്കിക്കോളാം, അത് പ്രശ്നമൊന്നുമില്ല ഇന്ന് വളരെ വളരെ കൂളായിട്ട് തന്നെയാണ് ബന്ധപ്പെട്ടവർ മറുപടി പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അത് പ്രശ്നമില്ല എന്നുള്ള നിലയിൽ തന്നെയാണ്. അപ്പോൾ അതിനുള്ള ഉറപ്പ് ഘടകകക്ഷികൾ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നിഷാദേ. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ആർക്കാണ് ജയിപ്പിക്കാൻ താല്പര്യം, ഉത്തരവാദിത്വം എന്നൊക്കെ ചോദിച്ചാൽ അത് നമ്മൾ ഈ ഭരണത്തെ ഗവേണൻസിനെ എങ്ങനെയാണ് കാണുന്നുള്ള പ്രശ്നമുണ്ട്. മാത്രം ഈ 3 പേര് കേരളത്തിന് വടക്ക് ഷാഫിക്കെതിരെ നടക്കുന്ന ആക്രമണം, തെക്ക് ലിജുവിനെതിരെ നടക്കുന്നു എന്ന് പറയുന്ന ആക്രമണം, അല്ലെങ്കിൽ ഈ തെരുവിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടികൾ, ഇതെല്ലാം ചില കേന്ദ്രങ്ങൾ ഓർഗനൈസ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ ഷാഫി പറമ്പിനെതിരെ വലിയ തോതിലുള്ള ജനവികാരം ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. കാരണം അദ്ദേഹം ഈ ജനവികാരത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല എന്ന മട്ടിൽ. അപ്പോൾ ഇതെല്ലാം ആരോ ചില ആളുകളിൽ കരുതി കൂട്ടി ചെയ്ത് ഉണ്ടാക്കുന്ന, ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന കാര്യമാണ്. സത്യത്തിൽ അങ്ങനെ ഒരു ജെനുവിൻ ജനവികാരമൊന്നുമില്ല എന്നൊക്കെ ആയിരിക്കുമോ ഇവരുടെ ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നുണ്ടാവുക? അങ്ങനെയാണോ? താങ്കൾക്ക് എന്താണ് എൻ്റെ ഫീഡ്ബാക്ക്, എന്താണ് കിട്ടുന്ന ഇൻപുട്സ് എന്താണ്? അത് ഞാനതായിരുന്നു പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. ഇപ്പം അവരുടെ ഈ 6 മാസം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന നിയമസഭാ ബൈ ഇലക്ഷനിൽ ഇപ്പോൾ ഈ ഭരണമുന്നണിയിലെ 102 MLA മാർക്കും അവരുടെ മണ്ഡലം വികസനത്തിന് പണം കിട്ടണം. അത് പണം അനുവദിക്കുന്നത് ആരുടെ പ്രയോറിറ്റിയാണ്? പ്രാഥമികമായിട്ടും ഒരു മുന്നണി ഭരണത്തിൽ MLA മാർക്ക് പണം അനുവദിക്കുന്നത് പ്രയോറിറ്റി വരുന്ന CM-ൻ്റെയാണ്. എല്ലാവർക്കും അവരോട് അവകാശത്തിനോട് ഒപ്പിച്ചുള്ളത് കിട്ടും. ഒരു വർഷം 5 കോടി രൂപ വെച്ച് 5 വർഷം കൊണ്ട് 25 കോടി രൂപ. അതല്ലല്ലോ കേരളത്തിൽ കഴിഞ്ഞ ഈ നാളുകളിലൊക്കെ നടന്നിട്ടുള്ള വികസനം കിഫ്ബി വഴി. അപ്പം കിഫ്ബി വേണമെങ്കിൽ മറ്റൊരു മോഡ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അപ്പോൾ അതിന് ഘടകകക്ഷിയുടെ കൂടെ നിർത്താനുള്ള ഒരുപാട് പാറ്റേണുകളുണ്ടെന്ന്. ഒരു മാർഗം മാത്രമല്ല, പല മാർഗങ്ങളുണ്ട് അതിനൊക്കെ. കാര്യമല്ല. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരികയും കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരുന്നു. അദ്ദേഹത്തിന് ഘടകകക്ഷി എൻ്റെ താല്പര്യത്തിനൊപ്പം നിന്നിട്ടില്ല എങ്കിൽ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ MLA-മാർക്ക് ഫണ്ട് കൊടുക്കില്ല എന്നൊക്കെ തീരുമാനിക്കാൻ കഴിയും വിധത്തിൽ ഒരു ഏകശിലാത്മകമായിട്ടുള്ള സെറ്റപ്പാണോ ജയിച്ചത് UDF-ൽ? അങ്ങനെയൊക്കെ ഒരാൾ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ തുടങ്ങിയ പണിയങ്ങ് പാളുകയല്ലേ? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഒരു MLA-ക്ക് അവകാശപ്പെട്ടതാണ് 1 വർഷം 5 കോടി. അത് അവകാശപ്പെട്ടതാണ്, കിട്ടുമെന്നേ. 5 വർഷം കൊണ്ട് 25 കോടി കിട്ടും. അതാണ് ഒരു മണ്ഡലത്തിൽ നടക്കുന്ന വികസനം. അപ്പോൾ അഡീഷണലായിട്ട് കിട്ടണമെങ്കിൽ അഡീഷണലായിട്ട് അലോക്കേഷൻ വേണം. അലോക്കേറ്റ് ചെയ്യുന്നത് ആരാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അലോക്കേറ്റ് ചെയ്യുന്നതിന് വിവേചന സമീപനം കാണിക്കാൻ തുടങ്ങിയാൽ, അലോക്കേറ്റ് ചെയ്യുന്നതിലും കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായിരുന്നു വിവേചനം കാണിക്കാൻ തുടങ്ങിയാൽ അതെല്ലാം അങ്ങ് സഹിച്ചു പോവേണ്ട ഗതികേട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് UDF-ലുണ്ടോ? അല്ല, അങ്ങനെ അലോക്കേറ്റ് ചെയ്യാതിരിക്കില്ല വേണുഗോപാൽ. പക്ഷെ പ്രൊവൈഡഡ് ചില കാര്യങ്ങൾ അദ്ദേഹം മുമ്പോട്ട് വെക്കും എന്നുള്ളതാണ് കാര്യം. അല്ല, അലോക്കേറ്റ് ചെയ്യാതിരിക്കും എന്നൊരു ആർഗ്യുമെൻ്റ് എനിക്കില്ല. അദ്ദേഹം നല്ലൊരു അറിയാമല്ലോ, കോർഡിനേറ്ററാണ്. എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം കക്ഷികളെയും നേതാക്കളെയും എന്ന് വേണുഗോപാലിനെ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ മറ്റാരെങ്കിലും പഠിപ്പിക്കാൻ ചെന്നാൽ അദ്ദേഹം വഴങ്ങി തരികയുമില്ല. അത്തരത്തിൽ നല്ല ട്രാക്ക് റെക്കോർഡുണ്ട്. ഒരു കാര്യം, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? 2011-ലാണ്, അതായത് 15 കൊല്ലം മുമ്പാണ് അവസാനം AICC-ക്ക് ഒരു CM-നെ തീരുമാനിക്കേണ്ടതെന്ന് കേരളത്തിൽ. അതിനുശേഷം 15 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഒരു CM-നെ തീരുമാനിക്കേണ്ട അവസ്ഥയിലേക്ക് AICC എത്തുന്നത്. അപ്പോൾ അത് വളരെ കോഷ്യസായിട്ട് തന്നെയാണ് അവരെല്ലാ പ്രോസ് ആൻഡ് കോൺസ് നോക്കിയിട്ട് തന്നെയാണ് ഈ തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് വളരെ അർത്ഥവത്തായ നിലയിൽ തന്നെ കാര്യങ്ങളെല്ലാം വിലയിരുത്തിയതിന് ശേഷമാണ് അവരും കൂടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മറ്റ് പല ഘടകകക്ഷികളും ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് നിശബ്ദത പാലിക്കുന്നത്.
ഇനിയുള്ള ദിവസങ്ങളിലും അവരതിനോട് കൂടുതൽ ഐക്യപ്പെടുകയും അവസാനം തീരുമാനം ഹൈക്കമാൻഡ് തീരുമാനം എന്താണോ അത് ഞങ്ങളുടെ തീരുമാനമാണെന്നുള്ള സമ്മതിക്കേണ്ടി വരും. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയെ തീരുമാനിക്കാനുള്ള അവകാശം പൂർണ്ണമായും കോൺഗ്രസിൽ നിക്ഷിപ്തമാണെന്ന് എല്ലാവരും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് എതിർക്കാനൊന്നും പറ്റില്ല.